പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് 13/11/2025 മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം. വിതക്കാരൻ്റെ ഉപമ. ലളിതമായ ഉപമയാണ്. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകൾ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ച് പൊങ്ങി. സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല നിലത്ത് വീണു. അവ തഴച്ച് വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിച്ചു. ഈശോ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ പറയുന്നു, തലയുള്ളവൻ ചിന്തിക്കട്ടെ. ലളിതമായ ഒരു ഉപമയാണ് ഈശോ പറഞ്ഞത്. ഈ ഉപമയുടെ വിശദീകരണം ഞാൻ പറയുന്നേ ഇല്ല, കാരണം എല്ലാവരും പറയുന്നതാണ്. 13-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാൽ വിതക്കാരൻ്റെ ഉപമയുടെ വിശദീകരണം ഈശോ നൽകുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് വിത്തിനെ കുറിച്ചാണ് പറയുന്നത്. എവിടെ വീണു എന്നുള്ളതൊക്കെ നമുക്ക് ബൈബിളിൽ നിന്നെല്ലാം വ്യക്തമാണ്. ഒരേ ഗുണമുള്ള വിത്ത്, ഒരേ വിതക്കാരനുടെ കർഷകനായിട്ട് ഉപമിക്കാം. ഒരേ വിതക്കാരൻ വാരി വിതറുകയാണ്. പല സ്ഥലത്താണ് വീഴുന്നത്. എന്നാൽ നല്ല സ്ഥലത്ത് വീണ വിത്ത് പോലും എന്തായി? 30, 60, 100 മേനി. എന്തുകൊണ്ട് 30 നല്ല സ്ഥലത്ത് വീണത്? എന്തുകൊണ്ട് 60 എന്തുകൊണ്ട് 100 കിട്ടി? കണ്ടാ, ഞാൻ തന്നെ പറഞ്ഞ വ്യത്യാസം കണ്ടോ? 30 കിട്ടിയല്ലോ, 60 കിട്ടിയല്ലോ, 100 കിട്ടിയല്ലോ എന്നല്ല ഞാൻ പറഞ്ഞേ. എന്തുകൊണ്ട് 60 എന്തുകൊണ്ട് 30 എന്തുകൊണ്ട് 100 കിട്ടി? എന്താണ് അതിൻ്റെ അർത്ഥം? എല്ലാവർക്കും കൊടുത്ത 100 കിട്ടണം, വിതച്ച 100 കിട്ടണം, കൊച്ചിനെ പരീക്ഷയ്ക്ക് കൊണ്ടുവരുത്തിയ റാങ്ക് കിട്ടണം. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. 60 കിട്ടിയേ ഉള്ളൂ എന്ന് ചോദിക്കും, 30 കിട്ടിയേ ഉള്ളൂ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി മേന്മയാണെന്ന് പൗലൂസ് പഠിപ്പിച്ചിട്ടുണ്ട്. കിട്ടിയതിൽ സംതൃപ്തനാകാൻ സാധിക്കട്ടെ. 30 കിട്ടി, സന്തോഷം. പോയ 70 കുറിച്ചല്ല, 30 കിട്ടിയല്ലോ. 60 കിട്ടി, പോയ 40 കുറിച്ചല്ല, 60 കിട്ടി, 100 കിട്ടി, വളരെ സന്തോഷം. എന്താണ് വളരെ വന്നേ? ഇതാണ് മനുഷ്യ സ്വഭാവം. പ്രിയ സുഹൃത്തുക്കളെ, എന്താണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അവസാനത്തിൽ ഞാൻ പൂരിപ്പിച്ചത് തലയുള്ളവൻ ചിന്തിക്കട്ടെ എന്ന്. പണ്ട് ബൈബിള് ചിന്തിച്ചിരുന്നു, ഹൃദയമാണ് എല്ലാം സ്വരൂപിക്കുന്നതും ഹൃദയമാണ് ചിന്തയുടെ അടിസ്ഥാനം ചിന്തിച്ചിരുന്നു. അങ്ങനെ അതല്ല, ശാസ്ത്രം മാറി പറഞ്ഞു തലയാണ്. ബ്രെയിൻ ഈസ് ദ സോഴ്സ് ഓഫ് എവറി തിങ്കിങ്, കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്നൊക്കെ പഠിപ്പിക്കും ഞങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ വാക്കുകളുടെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ, ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ ജനിക്കുന്നത് ആ സാഹചര്യം നിങ്ങളെ ബാധിച്ചിരിക്കും. അച്ഛൻ ശക്തനായ ഒരു പ്രവർത്തകനും ചിന്തകനുമാണ്, മക്കൾ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ അച്ഛൻ്റെ സ്വഭാവം, അമ്മ അങ്ങനെയാണ് എങ്കിൽ ആ അമ്മയുടെ സ്വഭാവം ബാധിക്കും. മറ്റുള്ളവരെ മക്കളുടെ മുമ്പിൽ വെച്ച് ശക്തമായി വിമർശിക്കുകയും വേണ്ടാത്ത വാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്യുന്നവരാണ് അച്ഛനും അമ്മയെങ്കിൽ അത് മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് ഊറിയിറങ്ങും. ഇത് ഒരു ജനിതക സ്വഭാവമല്ല, ഇത് ഒരു ഹെറിഡിറ്ററി, എൻവയോൺമെൻ്റൽ, ജീവിക്കുന്ന ചുറ്റുപാട് ആളുകളെ സ്വാധീനിക്കും എന്നതാണ് ഈ വാക്കുകളുടെ അർത്ഥം. നല്ല സ്ഥലത്ത്, നല്ല വീട്ടിൽ, നല്ലതെന്ന് പറയാൻ ആവേശികൾ, നല്ലിടത്ത് പിറന്നാൽ മത്ത കുത്തിയാൽ കുമ്പളം അത് ഓർത്താൽ മതി. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെയൊക്കെ മക്കൾ അല്ലെങ്കിൽ നമ്മളുടെ
വാക്കുകൾ, പ്രവർത്തനങ്ങൾ. ചിരിച്ചുകൊണ്ട് നമുക്ക് പലതിനെയും നേരിടാൻ സാധിക്കും. പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളൊരാൾ തിരുത്തിയാൽ സന്തോഷത്തോടെ അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സാധിക്കും. എന്നാൽ ചിലരോട് തിരിച്ച് പറയേണ്ടി വരും. വിധക്കാരൻ്റെ ഉപമ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. സന്തോഷത്തിൻ്റെ ഒരു നല്ല ദിവസം ആകട്ടെ. വിത്തുകളുടെ ഗുണമേന്മ കുറഞ്ഞതുകൊണ്ടല്ല ഫലം കുറഞ്ഞതോ ഫലം കൂടിയതോ. എന്തായിരുന്നു? വീണ സ്ഥലമായിരുന്നു പ്രധാനം. അതുകൊണ്ട് നല്ല സ്ഥലം തിരഞ്ഞെടുക്കാനും നല്ലത് ഓതുവാനും സാധിക്കട്ടെ. തെറ്റായ സ്ഥലമാണെങ്കിലും തെറ്റായത് പറഞ്ഞു പോകുന്നവരാണെങ്കിലും അവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ജോൺസൺ കരൂർ.